മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തനി പാലക്കാടൻ റെസിപ്പി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ ഇപ്പോൾ ഒരു വിരുന്നാരൊക്കെ വന്നപ്പടിയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാം. കൂട്ടാനില്ല, തക്കാളി മാത്രമേ കയ്യിലുള്ളെങ്കിൽ കേട്ടോ. അപ്പം ഞാനൊരു 3 നല്ലോണം പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് അരിഞ്ഞെടുക്കാം. ബാക്കിയൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം, കാരണം പെട്ടെന്നാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തനി പാലക്കാടൻ. അപ്പോൾ ഞാൻ കണ്ടോ ഇങ്ങനത്തെ ജ്യൂസ് ആയിട്ടുള്ള നാടൻ തക്കാളി കേട്ടോ, അതന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട്. വരൂ, ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഗ്യാസ് വളർത്തിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അത്ര മാത്രം മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അങ്ങാടി മുളക്, ചുവന്ന മുളക് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മാത്രമല്ല ചുവന്ന മുളകിൻ്റെ ഒരു കളർ നല്ലോണം ഒരു കറുത്ത കളറാവണ വരെ വറക്കണം. വെറുതെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ പോരാ, അതാണ് ഈ കൂട്ടാൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ആയി വരട്ടെ, വെയിറ്റ് ചെയ്യാം. കണ്ടോ, ചുമന്ന മുളക് ഇതേപോലെ കളറ് മാറണ വരെ വറക്കണം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് നന്നായിട്ട് കളറ് മാറിയ സമയത്ത് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളയെ ഒഴിക്കണ്ട കേട്ടോ, അങ്ങനത്തെ ഒരു കൂട്ടാനാണ്. വല്ലാതെ സ്രോന്നല്ല, എന്നാൽ വല്ലാതെ കട്ടിയിൽ സമന്ത്രമാരിയല്ല, അങ്ങനത്തെ ഒരു കൂട്ടാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി കേട്ടോ, കുറച്ച് കറിവേപ്പില, ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഈ ഉപ്പൊന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നോളും, നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ, ഒരു 5-6 മണി കുരുമുളക്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് കേട്ടോ. ഇനി തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ, നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് വെന്ത് വരട്ടെ തക്കാളി നന്നായിട്ട് കേട്ടോ. വെയിറ്റ് ചെയ്യാം. തുറന്ന് നോക്കാം. തക്കാളിയുടെ ഉള്ളിൽ നിന്നുള്ള വെള്ളം, അതുമാതിരി തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തുല്ലോ, കണ്ടോ, അതൊക്കെ ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് വഴന്നിട്ടുണ്ട് തക്കാളി. ഈ ഒരു കൂട്ടാൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ സമയത്ത് മാത്രം മതി, പിന്നെ ഒരു വറവിടാൻ വേണ്ടിയിട്ട് ഗ്യാസ് വളർത്തിയാൽ മതി. അല്ലാതെ കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കേണ്ട കാര്യമില്ല, ഈസി അല്ലേ. ഒരുവിധം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ നാളികേരം, നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണം അതിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 തക്കാളി കൊണ്ടാണ് ഒന്ന് ഉണ്ടാക്കുന്നുള്ളൂ. അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം അതും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ തക്കാളി, ഒരു കുഞ്ഞിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മുളക്, ഒരു 4 മണി കുരുമുളക്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട ഈ കൂട്ടാനേ. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണ്ട തൈരും കൂടിയുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ മോരാവുമല്ലോ. അപ്പോൾ വല്ലാതെ കട്ടിയുള്ള ഒരു കൂട്ടാനല്ല, എന്നാൽ വല്ലാതെ ലൂസായിട്ടുള്ളതല്ല. അതാണ് പാലക്കാടൻ തക്കാളി കൂട്ടാൻ കേട്ടോ. അപ്പോൾ 2 മിനിറ്റായി ഞാനിതിലേക്ക് നല്ലോണം ഒരു 3/4 ഗ്ലാസോളം തൈര് ഒക്കെ ഇതിലേക്കാണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് അറിയാൻ എളുപ്പമാണല്ലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതല്ലേ. ജീരകം ഉണ്ടാവും, ഇഞ്ചി ഉണ്ടാവും, കറിവേപ്പില ഉണ്ടാവും, തക്കാളി ഉണ്ടാവും, അല്ലേ, ചുമന്ന മുളക് ഉണ്ടാവും. പച്ചമുളക് ഇതിലേക്ക് അരയ്ക്കുന്നില്ല. ഇനി വറവിടാൻ മാത്രം മതി നമ്മൾ ഗ്യാസ് കത്തിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് നല്ലോണം ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 3 വറ്റൽമുളക്, ഞാനിവിടെ ഉണ്ടമുളകാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ കറിവേപ്പില. ഇത്രയാണ് നമുക്ക് വറുത്തിടേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തിരുന്നു ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം. ഇനി ഇത് ഞാനിവിടെ വലിയ മിക്സിയുടെ ജാറ് വേണം, അതിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരിക കേട്ടോ. പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല, എളുപ്പമല്ലേ. പിന്നെ വറവിട്ടാൽ മതി. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ. നമുക്ക് ഞാനിവിടെ ഇങ്ങനെ ഒരു മൺപാത്രത്തിലേക്കാണ് ഒഴിക്കുന്നത്. ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഒരു ഇളം ചൂടുണ്ട്, കാരണം നമ്മൾ അടുപ്പത്തേക്ക് എല്ലാം കൂടി ഇട്ടിട്ടല്ലേ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് അരച്ചതെങ്കിൽ കൂടെ ഒരു ഇളം ചൂടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു വറവാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലക്കാടൻ തക്കാളിക്കൂട്ടാൻ കേട്ടോ. ഇനി നിങ്ങൾക്കിപ്പോൾ ഇത് കുറച്ച് കട്ടി അധികമായി അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളത്തോടെ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്, ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. നമുക്ക് വറവിടാം. അപ്പോൾ കടുക്, ഉലുവ, കറിവേപ്പില, ഉണ്ടമുളക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. വറുത്തോട്ടാം. ഹായ്, എന്താ മണം വരുന്ന അറിയാം. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എളുപ്പമാണ്, വളരെ സ്വാദിഷ്ടമാണ്. എന്തായാലും ഈ കൂട്ടം ഉണ്ടാക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. അപ്പം നല്ല സുഖമല്ലേ? നമുക്ക് എന്താ വെച്ചാൽ രണ്ടാമത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണ്ട, വറവിട്ടാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലുള്ള വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, എല്ലാവരും ബിസി ലൈഫല്ലേ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുക, സ്വാദോടുകൂടി ഭക്ഷണം കഴിക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. ചോറ് വിളമ്പിയിട്ടുണ്ട് കണ്ടോ, അത്യാവശ്യം കട്ടിയുണ്ട്, എന്നാൽ വല്ലാതെ ലൂസുമല്ല. നമ്മുടെ പാലക്കാടൻ തക്കാളി അരച്ചത് വിളമ്പി കൊടുക്കാം. ഉരുട്ടാം. ഒന്ന് ചൂടൊന്നുമില്ല കൂട്ടാൻ, കാരണം നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ചോറ് ചൂടുണ്ട്, പാകത്തിനുള്ള ചൂട്. എല്ലാവരും കഴിച്ചോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ടാറ്റാ.